നമസ്കാരം. അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും ഒക്കെ CPIM-ന്റെ മലബാറിലെ ഗുണ്ടകളാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അവർക്ക് അത്യാവശ്യം ഗുണ്ടാപ്പണി ഉണ്ട് എന്നത് വാസ്തവമാണ്. സ്വർണം കടത്ത്, സ്വർണം പൊട്ടിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഇവർ പ്രതികളായിട്ടുണ്ട്. ഷുഹൈബ് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൊന്നുകളഞ്ഞ കേസിൽ ഒന്നാം പ്രതിയാണ് ആകാശ് തില്ലങ്കേരി. എന്നാൽ അർജുൻ ആയങ്കിക്കെതിരെ അത്തരത്തിലുള്ള കേസുകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. സ്വർണം പൊട്ടിക്കലിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അർജുൻ ആയങ്കി അറിയപ്പെടുന്നത് തൻ്റെ ഇടത്തിൻ്റെ പുറത്താണ്. CPM-ന്റെ കണ്ണൂരിലെ സെറ്റപ്പ് നമുക്കറിയാം. P. ജയരാജനാണ് അവരുടെയൊക്കെ മാതൃകാ നേതാവ്. ജയരാജൻ പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന മനുഷ്യനാണ്. അഴിമതിക്കാരനല്ല, ലളിത ജീവിതമാണ്. പക്ഷേ പാർട്ടിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അതിനുവേണ്ടി കൊല്ലണമെങ്കിൽ കൊല്ലും, തല്ലണമെങ്കിൽ തല്ലും. ഇതാണ് ജയരാജൻ. ജയരാജൻ്റെ അനുയായികളാണ് ഇങ്ങനെ വളർന്നു വന്ന ഈ നേതാക്കളൊക്കെ. അതുകൊണ്ട് തന്നെ ഇവരോട് പിണറായി വിജയന് അത്ര ഇഷ്ടമല്ല. ഇവർ പലപ്പോഴും വിജയനോട് ഭിന്നിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടപെടാറുമുണ്ട്. ഒരുപക്ഷെ അർജുൻ ആയങ്കിക്ക് ഇത്രയധികം വില്ലൻ പരിവേഷം കിട്ടാൻ കാരണം പിണറായിയോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കി ഇട്ട പോസ്റ്റിലും പറയുന്നത് പിണറായി എത്ര ഭേദമെന്നതിന് ഉമ്മൻചാണ്ടി എത്ര ഭേദമെന്നാണ്, VD സതീശനെ വിമർശിച്ചുകൊണ്ട്. എന്തായാലും അർജുൻ ആയങ്കിയാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി കേരളത്തിലെ ഹീറോ. ഈ പാറ്റകൾ എന്ന് വിളിക്കുന്ന പുതിയ തലമുറ അർജുൻ ആയങ്കിക്കൊപ്പം നിൽക്കുന്നു. അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട്, സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ആഭ്യന്തരമന്ത്രിയോട് നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പിന്തുണ കൂടുതൽ ആയങ്കിക്കാണ് എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് കേവലം CPM-കാരുടെ പിന്തുണയല്ല. വാസ്തവത്തിൽ പിണറായി സ്ത്രീകൾ പിന്തുണയ്ക്കുന്നേയില്ല. പൊതുസമൂഹത്തിൻ്റെ പിന്തുണ അർജുൻ ആയങ്കിക്കാണ് എന്നത് ഖേദകരമായൊരു സാഹചര്യം തന്നെയാണ്. ഈ പിന്തുണ ഉണ്ടാവാൻ കാരണമെന്താണ്? ഒന്ന്, അർജുൻ ആയങ്കിയുടെ ഈ ചങ്കൂറ്റമുള്ള നിലപാടാണ്. രണ്ട്, അർജുൻ ആയങ്കിയെ ഇപ്പോൾ വേട്ടയാടുന്നതിൻ്റെ പിന്നിൽ പോലീസിൻ്റെ എടുത്തുചാട്ടമുണ്ട്, പോലീസിൻ്റെ കയ്യിൽ വീഴ്ചയുണ്ട് എന്ന വിശ്വാസമാണ്. ഇത് കൂടുതൽ വഷളാക്കിയത് ആഭ്യന്തരമന്ത്രി നേരിട്ട് അർജുൻ ആയങ്കിയോട് യുദ്ധം പ്രഖ്യാപിക്കുകയും വേണ്ടി വന്നാൽ വെടിവെച്ചു കൊല്ലാൻ പോലീസ് ഉത്തരവിട്ടതായി വാർത്ത പുറത്തു വരികയും ചെയ്തതാണ്. ഈ നാട്ടിൽ അനേകം അഴിമതിക്കാരുണ്ട്, ക്രിമിനലുകളുണ്ട്, ഗുണ്ടകളുണ്ട്. ഒരു സ്ത്രീയെ കൊന്നിട്ട് ജയിലിൽ കിടന്ന് പരോളിലിറങ്ങി ആ വീടിൻ്റെ അയൽപക്കത്ത് വന്നു നിന്ന് ആയുധം ശേഖരിച്ച് 2 പേരെ കൂടി കൊന്ന ചെന്താമര ജീവിച്ചിരുന്ന നാടാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടായിട്ടും പോലീസ് അർജുൻ ആയങ്കിയെ വെടിവെച്ച് കൊല്ലേണ്ട സാഹചര്യമുണ്ടെങ്കിൽ വെച്ചോളൂ എന്ന് ഉത്തരവിട്ടത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ആയങ്കിയുടെ പ്രത്യേകത എന്താണ്? താൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ആയങ്കി നിഷേധിക്കുന്നില്ല, അത് സമ്മതിക്കുന്നുണ്ട്. ആയങ്കി തുറന്നു പറഞ്ഞിട്ടുണ്ട്, താൻ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്, തൻ്റെ മേൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ കേസുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ വേട്ടയാടുന്നത് നിരപരാധിയാണ്. താനിതെല്ലാം മറന്ന് പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ വീണ്ടും ഒരു തീവ്രവാദിയാക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. അത് സമ്മതിക്കില്ല. ഇതൊക്കെ ആരംഭിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന തലേ ദിവസം കോതമംഗലത്തെ റിസോർട്ടിൽ നിന്നും പിടിക്കപ്പെടുമ്പോഴാണ്. മെയ് മാസം 2-ാം തീയതി അർദ്ധരാത്രിയിൽ, അതായത് 3-ാം തീയതി വെളുപ്പിനാണ് പിടിക്കപ്പെടുന്നത്. ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കോതമംഗലം CI പ്രശാന്താണ്. അന്ന് അർജുനെയും കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടച്ചു. അന്ന് അവരൊന്നും ചെയ്തിരുന്നില്ല. അവിടെ ഒരു സുഹൃത്തിൻ്റെ വിവാഹ ആവശ്യത്തിന് വേണ്ടി വന്നു, റിസോർട്ടിൽ കയറി ആഘോഷിച്ചു. പക്ഷേ അതൊരു തീവ്രവാദ പ്രവർത്തനമാക്കി, ഹൈവേ കൊള്ള ശ്രമമാക്കി മാറ്റി വേട്ടയാടിയത് വഴി ആ സംഘത്തിലുണ്ടായിരുന്ന പലർക്കും ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഒരാളുടെ വിവാഹം നടന്നില്ല, വേറൊരാളുടെ ആരോഗ്യ സാഹചര്യം പ്രശ്നമായിരുന്നു. ഇത്തരത്തിൽ ധാർമ്മിക രോഷത്തോടു കൂടി രംഗത്ത് വരികയാണ്. അന്ന് കടുത്ത ഭാഷയിൽ കോതമംഗലം സിയോട് പറഞ്ഞു, പണി തരുമെന്ന്, പെൻഷൻ വാങ്ങി സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഒരു വല്ലാത്ത വെല്ലുവിളിയാണത്. ആ വെല്ലുവിളിയിൽ പോലീസ് കേസെടുക്കുന്നു. ആ ഉത്തരവാദിത്വം ഊന്നുകൽ പോലീസിനായിരുന്നു. അതായത് കോതമംഗലത്തിന് സമീപമുള്ള ഊന്നുകൽ പോലീസിനായിരുന്നു. ജാമ്യമില്ലാ വകുപ്പാണ്. ആയങ്കി ഒളിവിൽ പോകുന്നു. ജാമ്യാപേക്ഷ നൽകുന്ന സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ജാമ്യം തള്ളുന്നു. സ്വാഭാവികമായും സുപ്രീം കോടതി വരെ പോവേണ്ടത് പണച്ചെലവുള്ള ഇടപാടാണ്. അതുകൊണ്ട് കീഴടങ്ങിയേക്കാം എന്ന് അർജുൻ ആയങ്കി തീരുമാനിക്കുന്നു. ഇക്കാര്യത്തിന് വേണ്ടി ഊന്നുകൽ SHOയോട് ചാറ്റിലൂടെ ചോദിക്കുകയാണ്, ഞാൻ കീഴടങ്ങട്ടെ, എവിടെയാണ് വരേണ്ടത് എന്ന്. അതെല്ലാം അദ്ദേഹം കൈകൂപ്പി കാണുന്നുണ്ട്. പക്ഷേ കീഴടങ്ങാൻ പറയാതെ ഈ സമയത്ത് ഈ ആയങ്കിയെ തപ്പി ഒന്ന് പോലീസ് വലവീശി രംഗത്തിറങ്ങി. ഇത് ആയങ്കിയെ പ്രകോപിപ്പിച്ചു. മാന്യന്മാർ തമ്മിലുള്ള ഡീൽ അതില്ല. ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞു കീഴടങ്ങാം, പക്ഷെ അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ തപ്പി അറസ്റ്റ് ചെയ്യാൻ നടത്തിയ നീക്കം അങ്ങേയറ്റം പ്രകോപനപരമാണ്, എന്നാൽ പിന്നെ നീ ഒന്ന് കാണിക്കേ എന്ന രീതി എടുത്ത് അതേ സാധനം ഇൻസ്റ്റയിലെ മെസ്സഞ്ചറിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ആയങ്കി. എന്നോട് ഞാൻ തന്നോട് പറഞ്ഞു, ഞാൻ കീഴടങ്ങാനാണ് ഉദ്ദേശം. ഹൈക്കോടതി ഇതെല്ലാം തള്ളിയല്ല, ഞാൻ ഹാജരായി അതിൻ്റെ കാര്യങ്ങൾ നേരിടാൻ വന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം.
ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ കീഴടങ്ങാൻ ഉദ്ദേശമുള്ള ഒരുത്തനാണ്. നിങ്ങൾ അവൻ്റെ സുഹൃത്തുക്കളെ ലൊക്കേഷൻ നോക്കിയിട്ട് പോയിട്ട് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ നിൻ്റെ പേര് പറഞ്ഞപ്പോൾ നീ അടുത്ത CI ആണെന്നാണ്, ഊന്നുകൽ സ്റ്റേഷനിലെ CI ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. ഇനി അതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിന്നോട് കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടും എനിക്കെന്നെ വന്ന് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്കും. നീ ഇനി വന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഏതായാലും ഹൈക്കോടതിയിൽ ഞാൻ നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിന് മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. മര്യാദയ്ക്ക് കീഴടങ്ങാൻ പറഞ്ഞ ഒരുത്തനാ വെറുതെ ചൊറിഞ്ഞിട്ട് നിൻ്റെ സഹപ്രവർത്തകൻ നിൻ്റെ ആളായിരിക്കും CI. എന്നെ വേണ്ടാത്ത കേസിലേ, അനാവശ്യമായിട്ടൊരു കേസിലേ എന്നെ എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ട് പോയി 21 ദിവസം ജയിലിൽ കിടത്തിയ ആൾ നിൻ്റെ ആളായിരിക്കും. അപ്പോൾ അവന് കൊടുക്കേണ്ടതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. കൊടുക്കേണ്ടത് കൊടുത്തിട്ടുമില്ല ഇതുവരെ. അത് കൊടുക്കും, അത് സമയമാകുമ്പോൾ ഞാൻ കൊടുക്കും. അപ്പോൾ എനിക്ക് അത്രത്തോളം അവനോട് ആത്മാർത്ഥത ഉണ്ടായിട്ടാണ് നീ എന്നെ പിടിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളെ ലൊക്കേഷനും എടുത്തിട്ട് അവരുടെയൊക്കെ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. ഇനി ഞാനും അതേ സെറ്റപ്പ് തന്നെ. ഞാൻ മര്യാദയ്ക്ക് അതിനോട് പറഞ്ഞു കീഴടങ്ങാം, കീഴടങ്ങുമല്ല ഹാജരാവാം. കീഴടങ്ങൽ എന്നുള്ളൊരു ഒരു പദപ്രയോഗം. ഹാജരാവാം ഞാൻ മര്യാദയ്ക്ക് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കെന്നെ പിടിച്ചേ മതിയാവുന്നുണ്ടെങ്കിൽ നീ പിടിക്കും. നീ എന്നെ കൊണ്ട് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റും, നീ പിടിക്കും. ഞാനിത് കുറച്ച് കാലമായി ഞാൻ പോലീസുകാർ കാണുന്നത് തുടങ്ങിയിട്ട്. നിൻ്റെ ബുദ്ധിക്കനുസരിച്ച് എനിക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റും, നീ പിടിക്കും. ഞാൻ ഈ കീഴടങ്ങുന്നില്ല, ഹാജരാകുന്നില്ല, ഒരു ഇല്ല കേട്ടോ. അല്പമെങ്കിലും മാന്യമായിട്ട് കൈകാര്യം ചെയ്യടാ. ഒരു തെണ്ടി കാക്കി കുപ്പായി വിട്ടിട്ട് കുറച്ച് ആൾക്കാരെ ജീവൻ നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരാളൊരു വികാരപ്രകടനം നടത്തിയതിന് എനിക്ക് സഹപ്രവർത്തനമുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ട് വരിഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ നീയും അതേ സ്വഭാവമുള്ളൊരുത്തനാണ്. നീയും ആ കാക്കി യൂണിഫോം ഇടാൻ വേണ്ടി അർഹനല്ല എന്നതിൻ്റെ അർത്ഥം കേട്ടോ. ആ ഒരു തെണ്ടിക്ക് വേണ്ടിയിട്ട് നീ ഒന്നും വല്ലാണ്ട് പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു. പിടിക്കാമെങ്കിൽ പിടിക്കുക എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു. ഇത് വലിയ വാർത്തയാവുന്നു. ഇതോടുകൂടി വീണ്ടും ആയങ്കി നിരപരാധിയായ ഒരു വിഷയത്തിലാണ് വേട്ടയാടപ്പെട്ടത് എന്ന ചർച്ച ഇവിടെ സജീവമാകുന്നു. ഒരാവശ്യമില്ലാതെ ആഭ്യന്തരമന്ത്രി അതിൽ കയറി കൊളുത്തുകയാണ്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ആഭ്യന്തരമന്ത്രിയോട് ഇതേക്കുറിച്ച് ചോദ്യമുണ്ടായപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാം എന്ന് പറഞ്ഞ് ഈ വെല്ലുവിളി രമേശ് ചെന്നിത്തല ഏറ്റെടുക്കുന്നു. അല്ല, അങ്ങനെ ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ ശക്തമായ നടപടി എടുത്തുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എന്നാ ധൈര്യമുണ്ട് എന്നെ പിടിച്ചോളാൻ പറയുന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി, ഇനി എന്താ വരാൻ പോകുന്നത്. ആയെങ്കിലും പോലീസും തമ്മിലുള്ള പോര് ഇതോടുകൂടി മുറുകുകയാണ്. ചങ്കുറ്റം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരനാണ് അർജുൻ. തൻ്റെ ഈഗോയ്ക്ക് തന്നെയാണ് അർജുൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രി കൂടി ഇടപെടുന്നുണ്ടെങ്കിൽ കളി കണ്ടേക്കാം എന്ന് ആയെങ്കിൽ തീരുമാനിക്കുന്നു. അതിനുശേഷം അക്ഷരാർത്ഥത്തിൽ പോലീസിനായിട്ട് വട്ടം കറക്കുകയാണ്. വാസ്തവത്തിൽ നാണക്കേടാണ് പോലീസിനെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആയെങ്കിൽ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ വരുന്നു. തൃശ്ശൂരിലെ ഒരു മരച്ചുവട്ടിൽ താൻ ഇരിപ്പുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. തൻ്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോസ്റ്റ് ഇടുന്നു. പോലീസിനെ നിരന്തരം വെല്ലുവിളിക്കുന്നു. ഇതൊക്കെ ഈ ദിവസങ്ങളിൽ സംഭവിക്കുകയാണ്. ഇന്നലെ ഒരു ദിവസം ആയങ്കിട്ട പോസ്റ്റുകൾ. ഇനി എന്താ വരുന്നതെന്ന് നോക്കുക എന്നൊക്കെയാണ് ആഭ്യന്തരമന്ത്രി ചെന്നിത്തല പറയുന്നത്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും പ്രതി ചേർക്കപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട കേസിനെ പറ്റി പുനരന്വേഷണത്തിന് ഉത്തരവിടാൻ, ശേഷം ഞാൻ നിരപരാധിയെങ്കിൽ കള്ളക്കേസെടുത്ത് അധികാര ദുർവിനിയോഗം ചെയ്ത CI പ്രശാന്തിന് നടപടിയെടുക്കാൻ ഞാൻ ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നു. എങ്കിൽ ഞാൻ താങ്കളെ നേരിട്ട് വന്ന് പൊന്നാട എണീക്കും, ഒരു ഉമ്മ തരും. അല്ലാണ്ട് വിരട്ടരുത്. വളർന്ന പാർട്ടി വേറെയാണ്. നോക്കൂ, ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷിക്കാൻ വേട്ടയാടാൻ വേണ്ടി നടക്കുന്നു. ഇതിനിടയിൽ പോലീസിന് ചുമതല ആഭ്യന്തരമന്ത്രിയോട് വിരട്ടരുത്, പാർട്ടി വേറെയാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പാർട്ടി അണികളുടെ മാത്രമല്ല ഈ പാറ്റകളുടെ മുഴുവൻ പിന്തുണ ഉറപ്പിക്കുകയാണ്. അവിടെയും അവസാനിപ്പിച്ചില്ല. ഓരോ സംഭവത്തിനും ആയങ്കിക്ക് പ്രതികരണമുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നു. കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ റോഡിലിരുന്ന് കരയുന്ന സഹോദരിക്ക് അവരുടെ ഭർത്താവിനെ നേരത്തെ കിട്ടുമായിരുന്നു. വെറും 4 കേസ് മാത്രം അവശേഷിക്കുന്ന എന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന് പേരിൽ തീവ്രവാദിയാക്കി മാറ്റി വെടിവെക്കാനൊക്കെയാണ് ഉത്തരവിട്ടത്. കള്ളക്കേസിൽ ജയിലിലാക്കിയപ്പോൾ ജീവിതം താറുമാറായ ആളാണ് ഞാൻ. എന്നെ തീവ്രവാദിയാക്കിയത് ഈ സിസ്റ്റമാണ്. മാനസിക രോഗത്തിലോ മദ്യലഹരിയിലോ അല്ല, പൂർണ്ണബോധത്തോടെ തന്നെയാണ് പ്രതികരിച്ചത്. എന്നെ കള്ളക്കേസിൽ ജയിലിലടച്ച് കേസ് പുനരന്വേഷണം നടത്തണം. അയാൾ എന്തിനിങ്ങനെ ചെയ്തു, ഞങ്ങളെ 6 പേരെ ജയിലിലടച്ച് ദ്രോഹിച്ചു എന്ന് അയാൾ മറുപടി പറഞ്ഞ് മതിയാവൂ. മുറിവേറ്റവൻ്റെ, സ്വപ്നങ്ങൾ തകർന്നവൻ്റെ, ജീവിതം താറുമാറായവൻ്റെ, സ്വന്തം മകനെ ഒപ്പം നിർത്തി ലാളിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടവൻ്റെ വേദന പകയായും പ്രതികാരമായും. പിന്നെ അവനെ ചത്താലും ഭയപ്പാടില്ല, മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ല. ഇതാണ് ഇന്നലെ രാത്രിയിലിട്ട ഒരു പോസ്റ്റ്. ഈ പോസ്റ്റ് ആയങ്കിയുടെ യുദ്ധപ്രഖ്യാപനമാണ്. നിങ്ങൾ എന്നെ വെടിവെച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല.
എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു, അത് പകയായി മാറിയിരിക്കുന്നു, ആ പക വീട്ടാതെ ഞാൻ അടങ്ങില്ല എന്നുള്ള പ്രഖ്യാപനം. ഈ ചങ്കുറ്റത്തെ ഗുണ്ടായിസം എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ട് കാര്യമില്ല. അർജുൻ ആയങ്കി ഗുണ്ടയായിരിക്കാം, സ്വർണം പൊട്ടിക്കൽ കേസിൽ പ്രതിയായിരിക്കാം, പക്ഷേ ഇപ്പോൾ അർജുൻ ആയങ്കിയുടെ മേൽ ചുമത്തിയിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് പേരിലുള്ള കേസാണ്. അർജുൻ ആയങ്കി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കള്ളക്കേസിൽ കുടുക്കപ്പെട്ടു എന്ന ഉത്തമ ബോധ്യത്തിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ബോൾഡ് പശ്ചാത്തലമുള്ളതുകൊണ്ട് ആയങ്കിക്ക് എങ്ങനെ പെരുമാറാൻ കഴിയൂ? പോലീസിന്റെ സുരക്ഷ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ വെടിവയ്ക്കാൻ ഉത്തരവിട്ടു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഷുഹൈബ് വധക്കേസിലെ 1-ാം പ്രതി കൂടിയായ ആകാശ് തില്ലങ്കേരി ഇങ്ങനെ എഴുതിയത്. ആദ്യമേ വ്യക്തമാക്കട്ടെ, അർജുൻ ആയങ്കി പോലീസിനെ പരസ്യമായി അവഹേളിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തതിനോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ഒരു കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ ഉണ്ടായ വികാര തള്ളിച്ചയിലാകാം അവനങ്ങനെ പ്രതികരിച്ചത്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ എതിർപ്പുകൾ പ്രകടിപ്പിക്കേണ്ടത് നിയമപരമായും രാഷ്ട്രീയമായുമാണ്, അല്ലാതെ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടല്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അവൻ്റെ അടുത്തയാട്ടത്തെ വിമർശിക്കുമ്പോൾ അതിന് കാരണമായ പോലീസിൻ്റെ കള്ളക്കേസിനെ ഞാൻ നിസ്സാരവൽക്കരിക്കുന്നില്ല. അതിൽ അവനും കൂട്ടുകാർക്കും ഒപ്പം തന്നെയാണ് അന്നും ഇന്നും എന്നും നിലകൊള്ളുന്നത്. പക്ഷെ ഒരു തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു പൗരനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ ഇത് സംഘപരിവാർ ബുൾഡോസർ ഭരണമുള്ള UP-യോ ബീഹാറോ അല്ല. ജനാധിപത്യത്തിൻ്റെ മനുഷ്യാവകാശങ്ങളുടെയും മഹത്വം പറയുന്ന കോൺഗ്രസ് കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണോ? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം ഒരു പൗരൻ്റെ ജീവനെടുക്കാൻ ആഹ്വാനം ചെയ്ത് തുനിഞ്ഞിറങ്ങുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഭരണകൂട ഭീകരതയ്ക്കും സംഘി മോഡൽ അടിച്ചമർത്തലുകൾക്കും മുന്നിൽ തലകുനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലാതെ ഭരണകൂടത്തിന് തോക്കിൻമുന കാട്ടി ഭയപ്പെടുത്താമെന്നാണ് കോൺഗ്രസ് സർക്കാർ കരുതുന്നതെങ്കിൽ ആ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ ചെറുത്തു തോൽപ്പിക്കാൻ ഞങ്ങളും മുന്നിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ജനാധിപത്യമാണ്, രാജവാഴ്ചയല്ല. തെറ്റിന് ശിക്ഷ കൊടുക്കേണ്ടത് കോടതിയാണ്, തോക്കല്ല. ജനാധിപത്യത്തിലെ മനുഷ്യാവകാശങ്ങളെ കാറ്റിൽ പറത്തുന്ന ഭരണകൂട ഭീകരതയുടെ ഒത്തുതീർപ്പില്ല. നിയമം ഏവർക്കും സമമാണ്. അതിൽ തെറ്റുതിരുത്തലും ഉണ്ടാകണം, നീതിയും നടപ്പിലാകണം. വാക്കിന് തോക്കാണ് മറുപടിയെങ്കിൽ നിങ്ങളുടെ ആയുധപ്പുരയിലെ തോക്കുകൾ ഇവിടെ തികയാതെ വരും മിസ്റ്റർ മിനിസ്റ്റർ. നോക്കുക സാഹചര്യങ്ങൾക്കുണ്ടായിരിക്കുന്ന ട്വിസ്റ്റ്. ചങ്കൂറ്റത്തോടുകൂടി ആയെങ്കിൽ നിൽക്കുമ്പോൾ നിശബ്ദമായി CPM-ന്റെ പിന്തുണയുണ്ട്, ന്യൂജൻ പാറ്റകളുടെ പിന്തുണയുണ്ട്. പോലീസ് അമിതാധികാര പ്രയോഗം നടത്തുന്നു എന്ന വികാരം ശക്തമാണ്. ഗുണ്ടകളെ അടിച്ചമർത്തേണ്ടതാണ്. എന്നാൽ അവർ ചെയ്ത കുറ്റത്തിൻ്റെ പുറത്തായിരിക്കണം അതിന് അർഹിക്കുന്ന ശിക്ഷ അവർക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ആവേശം മൂത്തിട്ട പോസ്റ്റിൻ്റെ പേരിൽ അയാളെ വെടിവെച്ചു കൊല്ലും എന്നൊക്കെ പ്രഖ്യാപിച്ചാൽ അത് ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല.